നമുക്കിന്ന് സ്റ്റീമഡ് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ട്രെൻഡൊക്കെ കഴിയാനായി. എന്നാലും സാരില്ല, ഞാനിത് ഡിന്നറാക്കിയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആദ്യം ആവശ്യത്തിന് ഉണക്കമുളകും ഗാർലിക്കും എഗ്ഗും ഒക്കെ ഒരു തട്ടിലും ചിക്കൻ അടുത്ത തട്ടിലിട്ടിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. കാരണം നല്ല ടേസ്റ്റും അതേപോലെ നല്ല സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് നേരം സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ആവി കയറ്റിയ മുട്ടയും ഉണക്കമുളകും ഗാർലിക്കും കുറച്ച് പാലും ഉപ്പും വിനെഗറും ചീസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ടെക്സ്ചറിൽ കിട്ടും. പിന്നെയുള്ള പരിപാടി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കലാണ്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ക്യാരറ്റും ക്യാപ്സിക്കും സബോളയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ചിക്കൻ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച മയണൈസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബ്രെഡ് എടുത്തിട്ട് ഈ ഫില്ലിങ് അതിൽ നിറച്ച് കൊടുക്കുക. ഞാനൊരു ചീസും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡിന് പകരം വീറ്റ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ഫുള്ളായിട്ട് ഹെൽത്തി ആവും. എന്നിട്ട് പിന്നെ ബ്രെഡ് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൽ വെജിറ്റബിൾസും ചിക്കനൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.